കൊലപ്പെടുത്തിയ വ്യക്തിയോട് ഹൃദയത്തിൽ ക്ഷമിക്കുന്നതാണ് യഥാർത്ഥ ക്രിസ്തു സ്നേഹം. അതുകൊണ്ടാണ് ഫാദർ ജെയിംസ് കോട്ടായിലിന്റെ രക്തസാക്ഷിത്വം വിലയുള്ളതായിത്തീരുന്നത്. പാലാ രൂപതയിലെ തുരുത്തിപ്പള്ളി സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ചർച്ച് ഇടവകയിൽ ജനിച്ച ജെയിംസ് അച്ഛൻ ഇന്റർമീഡിയറ്റ് പഠനത്തിന് ശേഷം ഛോട്ടാ നാഗ്പൂരിലെ ഈശോ സഭ മിഷനിൽ ചേർന്നു. 1948 നവംബർ 1 വെസ്റ്റ് ബംഗാളിലെ കഴ്സിങ്ങിയോങ്ങിൽ പുരോഹിതനായി. ഛത്തീസ്ഗഡിലെ ജഷ്പൂർ രൂപതയിലും സിംഡേഗ രൂപതയിലും സേവനം ചെയ്തു. ആരും പോകാൻ മടിക്കുന്ന കൊടും ക്രിമിനലുകളുള്ള റാഞ്ചിയിലെ നവാഡാഡ് ഇടവകയിൽ പോകുവാൻ ഫാദർ ജെയിംസ് തയ്യാറായി. ജന്മിമാരുടെ അടിമത്തത്തിൽ നിന്നും കൊള്ളപ്പലിശക്കാരിൽ നിന്നും സാധുക്കളെ മോചിപ്പിക്കുന്നതിനായി അച്ഛൻ കോ ഓപ്പറേറ്റീവ് ബാങ്കിംഗ് സിസ്റ്റം ആദ്യം ആരംഭിച്ചു. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വേർതിരിക്കപ്പെട്ട ആ ജനതയ്ക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും അധികം വൈകാതെ അച്ഛന് കഴിഞ്ഞു. ആദിവാസികളുടെ ഭൗതികമായ വളർച്ച ആഗ്രഹിക്കാത്ത ജന്മികൾ ക്രിമിനലുകളായ കുറെ പേരെ കൂരിക്കെടുത്തു. ഉറങ്ങാനായി മുറിയിലെത്തിയ അച്ഛൻ വാതിലിൽ ഒരു മുട്ട് കേട്ടു. വിശക്കുന്നു എന്ന് പറഞ്ഞെത്തിയ അതിഥികൾക്ക് ആഹാരവും വെള്ളവും കിടക്കാനിടവും അച്ഛൻ നൽകി. എന്നാൽ ആ രാത്രി തന്നെ അച്ഛനെ അവർ കുത്തിക്കൊലപ്പെടുത്തി. 13 ആഴമായ കുത്തുകൾ ശരീരത്ത് കാണാമായിരുന്നു. അച്ഛന്റെ നിലവിളി കേട്ട ഗബ്രിയേൽ ബ്രദറും പാചകക്കാരനും നവഡാഡിൽ നിന്ന് 25 കിലോമീറ്റർ അകലെയുള്ള ഹോളി ഫാമിലി ഹോസ്പിറ്റലിലേക്ക് അച്ഛനെ കൊണ്ടുപോയി. തന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ആരെന്ന് ഇടവക്കാർ ചോദിച്ചപ്പോൾ അവർ തന്റെ സഹോദരങ്ങളാണ് എന്നായിരുന്നു അച്ഛന്റെ മറുപടി. തന്നെ കുത്തിയവരെ സഹോദരങ്ങളായി കണ്ട് 1967 ജൂലൈ 16 ഞായറാഴ്ച രാത്രി അച്ഛൻ യാത്രയായി. ജൂലൈ 17 തിങ്കളാഴ്ച മാണ്ഡ്രപ്പള്ളിയുടെ സെമിത്തേരിയിൽ റാഞ്ചി ആർച്ച് ബിഷപ്പിന്റെയും ഈശോ സഭ പ്രൊവിൻഷ്യാളിന്റെയും നേതൃത്വത്തിൽ വമ്പിച്ച ജനാവലിയുടെ സാന്നിധ്യത്തിൽ ഈ മലയാളി വൈദികന്റെ മൃതസംസ്കാരം നടത്തി. വൈദികന്റെ വാക്കുകൾ മുഖ്യപ്രതിയുടെ നെഞ്ചുരുക്കി. അനുതാപ വിവശനായ അയാൾ ഹൃദയം നുറങ്ങി പ്രാർത്ഥിച്ച് വിശ്വാസിയായി തീർന്നു. ഇവർക്കെല്ലാം പറയാനുള്ളത് ആ കഥകളാണ്. അച്ഛനെ കുത്തിയത് ആരാ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ അവരോട് ക്ഷമിച്ച് അവർ എന്റെ സഹോദരങ്ങളാണ് എന്നാണ് പറഞ്ഞത്. 4 വർഷങ്ങൾക്ക് മുമ്പ് അക്രമി മാനസാന്തരപ്പെട്ട് മരിക്കുവാനിടയായി എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അക്രമി മാനസാന്തരപ്പെട്ടതിൽ ഈശോയ്ക്ക് നന്ദി അർപ്പിക്കുന്നു. ആക്രമിക്കപ്പെട്ടത് റോസമെസ്റ്റികയുടെ തിരുനാളിലും അച്ഛൻ മരിച്ചത് കാർമൽ മാതാവിൻ്റെ തിരുനാളിലുമാണ്. ഒരു വിശുദ്ധമായ മരണമാണ് എന്ന് നമുക്ക് പ്രത്യേകം പറയാം. തന്നെ ആക്രമിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ക്ഷമിച്ച് നാടിൻ്റെയും നഗരത്തിൻ്റെയും വിശ്വാസ വളർച്ചയ്ക്ക് വേണ്ടി സഹിച്ച് മരിച്ച വൈദികനാണ് ഫാദർ ജെയിംസ് കോട്ടായിൽ. ചെറിയ വയസ്സിൽ തന്നെ എൻ്റെ മാതാപിതാക്കന്മാർ, പ്രത്യേകിച്ച് എൻ്റെ പിതാവ് കോട്ടായിൽ കുടുംബത്തിൽ നിന്നുള്ള ചാക്കോ കോട്ടായിൽ, നമ്മുടെ കുടുംബത്തൊരു രക്തസാക്ഷിയുണ്ട്, ക്രിസ്തുവിന് വേണ്ടി മരിച്ച ഒരു വ്യക്തിയുണ്ട്, ജെയിംസ് കോട്ടായിലാണെന്ന് പറഞ്ഞു തരുമായിരുന്നു. അങ്ങനെ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാനും ക്രിസ്തുവിന് വേണ്ടി എൻ്റെയും പ്രാണം സമർപ്പിക്കാനും ഈ ഉത്തേജനവും പ്രേരണയും ഇന്നും ജെയിംസ് അച്ഛൻ്റെ മധ്യസ്ഥം അനുഭവിച്ചറിയുന്ന ഒരു വൈദികനാണ് മാത്യു കോട്ടായി. ഒത്തിരി നന്ദിയോടെ ഈ സന്ദേശം സ്വീകരിക്കുന്നവർ കർത്താവിനെ കൂടുതലായിട്ട് സ്നേഹിക്കുവാനും കൂടുതലായിട്ട് അറിയുവാനും കൂടുതലായിട്ട് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും ഇടതരട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ ക്ഷമിക്കുന്ന സ്നേഹം ജീവിതത്തിന്റെ അവസാനം വരെ നിറവേറ്റിയ ആളാണ് ലേറ്റ് ഫാദർ ജെയിംസ് കോട്ടായിൽ SJ. കാരണം തന്നെ കുത്തിയത് ആരാണെന്ന് ചോദിച്ചവരോട് അതെന്റെ സഹോദരനാണ് എന്നാണ് പറയാൻ അദ്ദേഹത്തിന് സാധിച്ചത്. അത്രമാത്രം ഈശോയെ അടുത്തനുകരിച്ച സഹോദരങ്ങളോട്, ശത്രുക്കളോട് പോലും ക്ഷമിക്കുന്ന സ്നേഹമാണ് അദ്ദേഹം പ്രദർശിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ കുത്തിയ ആൾ മാനസാന്തരപ്പെടുകയും 4 വർഷം മുമ്പ് ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തു.